അപ്പോൾ ഇന്നത്തെ നമ്മളെ ഒരു ഡിഷ് കിടിലൻ ഒരു നോർത്ത് ഇന്ത്യൻ ഡിഷാണ്. രശ്മി ചിക്കൻ. ആരാണ്? രശ്മി ചിക്കൻ. രശ്മി ചിക്കൻ. മുഗളായി ഫ്ലേവേർഡ് ഡിഷാണ്. ചപ്പാത്തി, പൊറോട്ട അങ്ങനെയുള്ള ബ്രെഡ് ഐറ്റംസിൻ്റെ കൂടെ നന്നായിട്ട് കഴിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് ഡിഷിലേക്ക് കിടക്കാം. നമുക്ക് ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഓയിൽ ഒഴിക്കാം. കുറച്ച് ഓയിൽ, ബട്ടർ ഏതായാലും നമുക്ക് പ്രശ്നമില്ല. ബട്ടർ ആകുമ്പോൾ കുറച്ചുകൂടി റിച്ച് ആവും. അതിലേക്ക് സ്ലൈസ് ചെയ്തിരിക്കുന്ന ഓണിയൻ, ഇതൊന്ന് സോട്ട് ആയതിനു ശേഷം നമുക്ക് കാഷ്യൂനട്ട് ഇട്ട് ആഡ് ചെയ്യാം. ഇതിനെ സോട്ട് ചെയ്തിട്ട് പേസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ്. ആ ഗ്രേവി വരുന്നതിൻ്റെ മെയിൻ കണ്ടന്റ് ഓണിയനും കാഷ്യൂം പേസ്റ്റ് എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇത് നമുക്ക് എന്ത് ചെയ്യാം, നന്നായിട്ട് പേസ്റ്റ് ചെയ്തിട്ട് കൊണ്ടുവരാം. അപ്പം നമ്മുടെ ഓണിയനും കാഷ്യൂനട്ടും പേസ്റ്റ് ആക്കാൻ നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി അപ്പോഴേക്കും ചിക്കൻ നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്യാം. കഴുകി വെക്കുന്ന ചിക്കനിലേക്ക് എന്താണ് മഞ്ഞൾപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുക, കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ, കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, പിന്നെ കുറച്ച് തൈര്. അതിനുശേഷം കുക്കിംഗ് ക്രീം, അതിലേക്ക് കുറച്ച് മല്ലിയില, ഫ്രഷ് മല്ലിയില ഇടുക. നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് ഒരു അരമണിക്കൂർ നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത് വേറെ സാധനം കൂടെ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. ചാർക്കോളില്ലേ, നമ്മളെ ചാർക്കോൾ നന്നായിട്ട് കത്തിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സ്മോക്ക് ചെയ്തെടുക്കാം. ഒരു സ്മോക്കി ഫ്ലേവർ വരുത്താൻ വേണ്ടി. നമ്മളുടെ ഇതിനൊരു സ്മോക്കി ഫ്ലേവർ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മളുടെ ചാർക്കോളിനെ കത്തിച്ചു. അതിൽ കുറച്ച് ഒഴിച്ച് കഴിയുമ്പോൾ നേരെ കവർ ചെയ്തു അവിടെ കെട്ടക്കെട്ട് കുറച്ച് നേരം അതിൻ്റെ ഫ്ലേവറൊക്കെ ഇറങ്ങി വന്നിട്ട് നമുക്ക് കുക്ക് ചെയ്യാം. പിന്നെ കുക്ക് ചെയ്യാൻ എടുക്കാം. അപ്പം നമ്മൾ ചാർക്കോൾ ഒക്കെ റെഡിയായി നമുക്ക് പൊക്കാം. സൂപ്പർ ഫ്ലേവർ. ഇനി നമുക്ക് കുക്ക് ചെയ്യാം. രശ്മി ചിക്കൻ്റെ അടുത്ത സ്റ്റെപ്പിലേക്കാണ്. നമ്മൾ ആ ചിക്കനെ മാരിനേറ്റ് ചെയ്ത് വെച്ചു, അതിന് സ്മോക്കിംഗ് കൊടുത്തു. ഇനി അതിൻ്റെ ഗ്രേവി ക്രിയേറ്റ് ചെയ്ത് ഡിഷ് പ്രിപ്പറേഷനിലേക്ക് പോകും. ഒരു പാനിലേക്ക് നമ്മൾ എണ്ണ ഒഴിച്ചു, അതിലേക്ക് കുറച്ച് ഷാലറ്റ്സ് ഇടാം, കുറച്ച് ഹോൾ സ്പൈസസ്, ചെറിയൊരു കളർ. അതിനുശേഷം നമ്മൾ നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന ഓണിയനും കാഷ്യൂനട്ടും ആ പേസ്റ്റ് വൈറ്റ് ഒന്ന് അതിൻ്റെ ഒരു പച്ച റോസ് ഫ്ലേവർ പോകാൻ വേണ്ടിയിട്ടാണ്. അതിൽ മിക്സിയിൽ നന്നായിട്ട് അരച്ചു അതിലേക്ക് ആഡ് ചെയ്തു. ഇത് ജസ്റ്റ് ഒരു 5 മിനിറ്റ് കുക്കായതിനു ശേഷം നമുക്ക് മാരിനേറ്റ് ചെയ്തിരിക്കുന്ന ചിക്കനോട് കുക്ക് ചെയ്യാം. അപ്പം ഏകദേശം നമ്മൾ ഓണിയൻ പേസ്റ്റൊക്കെ കുക്കായിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് എന്ത് ചെയ്യാം, ചിക്കൻ ഇടാം. ഇനി ഈ ചിക്കൻ ഈ പാത്രത്തിൽ ഇരുന്നിട്ട് കുറച്ച് നേരം നല്ലോണം കുക്കാവട്ടെ. എന്നിട്ട് ബാക്കി നമുക്ക് ചെയ്യാം. കുറച്ചുകൂടെ മസാലകൾ ചേർക്കാനുണ്ട്, ബാക്കി കവർ ചെയ്ത് വെക്കാം. അപ്പോൾ നമ്മുടെ രശ്മി ചിക്കൻ്റെ ലാസ്റ്റ് സ്റ്റെപ്പിലേക്ക് കുറച്ച് ഗരം മസാല, കസൂരി മേത്തി, പൊടിച്ച കസൂരി മേത്തി, കുറച്ച് കൊറിയാൻഡർ ലീവ്സ്. സാധനം പൊളിയാണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, സെർവ് ചെയ്യാം. ഇതൊന്ന് മിക്സ് ചെയ്യുക, സെർവ് ചെയ്യാം. ഇത് ഓവർ സ്പൈസി ഡിഷല്ല, കുട്ടികൾക്കൊക്കെ ആയാലും നമുക്ക് ധൈര്യമായിട്ട് കൊടുക്കാൻ സാധിക്കുന്ന ഒരു ഡിഷാണ്. അപ്പോൾ എല്ലാവരും പരീക്ഷിക്കണം. ടേസ്റ്റി ഡിഷാണ്, ഒരു വെറൈറ്റി ടേസ്റ്റാണ്. അപ്പം നമ്മൾ ചിക്കൻ പ്രസൻറ്റ് ചെയ്യാണ്. അപ്പം നമ്മളെ സിമ്പിൾ ആയിട്ടുള്ളൊരു ചിക്കൻ ഡിഷാണ് രശ്മി ചിക്കൻ. അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്, എല്ലാവരും ട്രൈ ചെയ്യാം.